ഏതായാലും അധിക നേരം ഇവിടെ തുടരുന്നത് വിധിയല്ല, അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശനം കഴിഞ്ഞോടെ പോയിരിക്കുന്നു. നെറ്റ്വർക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് ഇരിക്കാനാവാത്തത്. കനത്ത മഴ നേരത്തെ മനാഫ് പറഞ്ഞ പോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയ 6 ദിവസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഏറ്റവും കനത്ത മഴയാണ് ഇപ്പോഴത്തേത് എന്ന് പറയേണ്ടി വരും. അത്ര ശക്തമാണ് ആ മഴ. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. കനത്ത മഴയാണ് പെയ്യുന്നത്. അതോടൊപ്പം തന്നെ കനത്ത കാറ്റും ഈ പ്രദേശത്തുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ തടസ്സപ്പെട്ട നിലയിൽ തന്നെയാണ് മനാഫ് സൂചിപ്പിച്ച പോലെ തന്നെ. മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. റവന്യൂ മന്ത്രിയും പോയി. അല്പസമയത്തിനകം തന്നെ ഐബിയിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അതിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിലയിരുത്തലിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് നിന്ന് കുത്തിയൊലിച്ചാണ് വെള്ളം മുകളിൽ നിന്ന് വരുന്നത്. താഴെ ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിർത്തിവെച്ച സ്ഥിതിയിൽ തന്നെയാണ്. ഏതായാലും വലിയ തോതിൽ മഴ പെയ്യുന്നത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് തന്നെ വേണം ഇപ്പോഴത്തെ അവസ്ഥയെ പറയാൻ. ഇവിടെ ഒരാൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മഴ തിമിർത്ത് പെയ്യുകയാണ്, കാറ്റ് ആഞ്ഞടിക്കുകയാണ്. മഴ കുന്നിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് വരുന്ന കാഴ്ച. ഏതായാലും രക്ഷാപ്രവർത്തനം അല്പനേരമെങ്കിലും നിർത്തിവെക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ മഴ തന്നെ പെയ്യുന്നു എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ശ്രീധരൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ മഴയുടെ കാഠിന്യത്തെ പറ്റി. ഈ കാണുന്ന ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. കനത്ത മഴ പെയ്യുകയാണ്. കനത്ത മഴയാണ്, വലിയ കാറ്റുമുണ്ട്. എടുത്താ മഴേന്റെ വെള്ളം വരുന്നേക്കൊന്ന് എടുത്തിട്ട്